നമ്മളിന്നലെ വണ്ടി പാർക്ക് ചെയ്തത് അവിടെയാണ്. അപ്പോൾ അവിടെ വേറൊരു വണ്ടി കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് പാർക്ക് ചെയ്തേക്കുന്നത്. അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുവഴി ഞാൻ നടന്നാണ് ഇങ്ങോട്ട് കയറി. ഏകദേശം ഒരു 100-150 മീറ്റർ കാണുമായിരിക്കും ദൂരം. അപ്പോൾ അവിടെ നടന്ന് മുകളിലോട്ട് കയറി. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ രാത്രി ഒരു 7:45 നമ്മൾ ഇവിടെ എത്തി, ഈ മെഡ് ഹൗസിലോട്ട് എത്തി. പിന്നെ നമ്മൾ എല്ലാം ഫ്രഷപ്പായി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടന്ന സമയമാകുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 12 മണി അടുപ്പിച്ച് ആയിട്ടാണ് നമ്മൾ കിടന്നത്. ഇപ്പോൾ രാവിലെ എണീറ്റ് ഇപ്പോൾ സമയം 7 മണിയാണ്. അപ്പോൾ രാവിലെ നമ്മുടെ ജീപ്പ് സഫാരി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സൈറ്റ് സീയിങ് അങ്ങനത്തെ കുറച്ച് പരിപാടിയും, പിന്നെ നമ്മുടെ ഫാം, സ്ട്രോബെറി ഫാം, പിന്നെ ആപ്പിളിൻ്റെ ഫാം, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്നത് അവിടെ ഒരു ജീപ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ജീപ്പിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ താമസിച്ച മഡ് ഹൗസ് ഇതാണ്. അത്യാവശ്യം നല്ല ക്ലീനായിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ കിടക്കുന്നതാണ്. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? റൂം എങ്ങനെ ഉണ്ടായിരുന്നു? റൂം കൊള്ളാം, നല്ല ആംബിയൻസ് ആയിരുന്നു. രാത്രി വന്നതുകൊണ്ട് മഡ് ഹൗസിൻ്റെ ഒരു ബ്യൂട്ടി അറിയാൻ പറ്റില്ല. പകലിറങ്ങിയപ്പം നല്ല വ്യൂ, നല്ല മഡ് ഹൗസ്, നല്ല മെയിൻറ്റെയിൻ ചെയ്ത മഡ് ഹൗസ്. 2 വർഷമായിട്ടുള്ളൂ. നല്ല പൂള്, ഒരുപാട് കാര്യങ്ങൾ നല്ലതായിട്ടുണ്ട്. പിന്നെ മോശമായിട്ട് പറയേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ഓഫ് റോഡാണ്. ചെറിയൊരു ഓഫ് റോഡാണ്. ചെറിയ താഴ്ന്ന വണ്ടികളൊന്നും കൊണ്ടുവരാതെ വണ്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വരാം. അല്ലെങ്കിൽ പേടിച്ച് ഓടിക്കേണ്ടി വരും. നാരോ സ്പേസ്, നാരോ വേ ആണ്. അത്രേ ഉള്ളൂ. അല്ലാതെ ഈ റിസോർട്ടിനെ കുറിച്ച് ഒരു തെറ്റായിട്ടൊന്നും പറയാനില്ല. സോ ഫാർ സോ ഗുഡ്. പിന്നെ കണ്ടാലും യു ക്യാൻ സീ ദ ബ്യൂട്ടി. വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് പോകാനുള്ള ജീപ്പ്. ഓക്കെ, ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 4 മണിക്കൂർ ഉള്ള ജേണിയാണ്. അപ്പോൾ സൈറ്റ് സീയിങ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. പാക്കേജ് 4000 രൂപയാണ് നമുക്ക് ഇതിനകത്ത് റേറ്റ് വരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ റെഡിയായി. ഇനിയിപ്പോൾ നേരെ ജീപ്പ് എടുത്തിട്ട് നേരെ സൈറ്റ് സീയിങ്ങിന് പോവാണ്. അപ്പോൾ താഴെ നമ്മുടെ കാറ് കിടപ്പുണ്ട്. അപ്പോൾ കാറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. എന്തായാലും ഒരു 4 മണിക്കൂറുള്ള ജേണിയാണ്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആവും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യുമെന്നുള്ള ഇതിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ വരെ നമ്മളെ വണ്ടി എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ
ഞാനിപ്പോൾ ഓൾറെഡി അവർ വണ്ടിയിലാണ് വന്നത്. ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു. നമ്മളിനി നേരെ ഞാനിനി ജീപ്പിൽ കയറി ഒരുമിച്ച് ഇനി നമ്മൾ ട്രക്കിങ്ങിന് പോവാണ്. ഡ്രൈവറുടെ പേരെന്താണ്? അരുൺ. അരുണാണ് നമ്മുടെ ഡ്രൈവർ. അടിപൊളി ഡ്രൈവർ. 20 വയസ്സേ ഉള്ളൂ. നമ്മളെ ജഗദീഷ് പറയുമ്പോൾ എക്സ്പീരിയൻസ് ഡ്രൈവർ. നമ്മുടെ KSRTC ബസ്സൊക്കെ ഓടിക്കുമ്പോൾ അങ്ങനെ കറക്കി കിടക്കുമല്ലോ, ആ ഒരു ലെവലിലുള്ള ഓട്ടമാണ്. നമുക്ക് ആ ഒരു ദൂരത്തൊരു വാട്ടർഫോൾസ് കാണാം. നമ്മൾ അത് കാണാൻ വേണ്ടി ഫസ്റ്റ് സൈറ്റ് സീയിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാട്ടർഫോൾസ് ആണ്. ഇത് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വിസിറ്റ് ചെയ്യാം. കീഴാന്തൂർ വാട്ടർഫോൾസ്. ഈ വാട്ടർഫോൾസിൻ്റെ പേര് കീഴാന്തൂർ വാട്ടർഫോൾസ്. നമ്മളിപ്പോൾ ഫസ്റ്റ് സൈറ്റ് സീയിങ്ങിനായിട്ട് വന്നതാണ്. ഇപ്പോൾ നമ്മൾ വന്ന ഫസ്റ്റ് ഒരു വാട്ടർഫോൾസിൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ അവിടുന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഓഫ് റോഡായിരുന്നു. അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. നമ്മൾ ജീപ്പിൽ നന്നായിട്ട് ഉള്ളൊരു ഓഫ് റോഡിൽ കൊണ്ടുവന്ന് എന്തായാലും അടിപൊളിയായിരുന്നു. ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. അങ്ങനെ നമ്മളിപ്പോൾ വന്നേക്കുന്ന വാട്ടർഫോൾസിൻ്റെ പേര് കീഴാന്തൂർ വാട്ടർഫോൾസ് എന്നാണ്. അപ്പോൾ ഇവിടെ കുറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനും പിന്നെ ചായക്കട അങ്ങനെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നേരെ നമുക്ക് വാട്ടർഫോൾസ് കാണാം. നമ്മളിപ്പോൾ കീഴാന്തൂർ വാട്ടർഫോൾസ് കണ്ടിറങ്ങി. നമ്മളിനി അടുത്ത സ്പോട്ടിലോട്ട് പോകാൻ പോവാണ്. ടോട്ടൽ അപ്പ് ആൻഡ് ഡൗണും ഏകദേശം ഒരു 58 കിലോമീറ്റർ ജേണിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത സ്പോട്ടിലോട്ട് പോകാം. എന്നത് വെളുത്തുള്ളി കൃഷിയാണ്. വെളുത്തുള്ളി ഭാഗമായിട്ട് വന്നിട്ടില്ല, കൃഷി ചെയ്തേക്കുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആപ്പിൾ ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പെർ ഹെഡ് 20 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ആപ്പിൾ ഫാം കാണാം. ഈ ചീനി ഹിൽ റിസോർട്ടിലാണ് നമ്മൾ ആപ്പിൾ ട്രീയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ്. ഇവിടെ അങ്ങോട്ട് വണ്ടി കയറത്തില്ല. നമുക്ക് ഇവിടുന്ന് പാസ് എടുത്തിട്ട് 20 രൂപ പാസ് എടുത്തിട്ടാണ് മുകളിലോട്ട് നടന്ന് കയറാനുള്ളത്. ഓക്കെ, 4 പേര്. ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ കേട്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. 4 പേർക്ക് ടിക്കറ്റ് എടുത്തു. നമ്മൾ ഇനി മുകളിലോട്ട് കയറാൻ പോവുകയാണ്. അങ്ങോട്ടാണ്, അതുവഴിയാണ് പോകേണ്ടത്.
Not now. അടിപൊളി. ആദ്യമായിട്ടാണ് ആപ്പിൾ കൃഷി കാണുന്നത്. ഇതൊക്കെ റെഡിയായി വരുന്നേ ഉള്ളൂ. ഇവിടെ വല ഇട്ടിട്ടുണ്ട് വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാപ്പിയല്ലോ, ഇത് കാപ്പിയല്ലേ? അല്ലേ? കോഫി 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 coffee beans. Cappuccino, please. Coffee beans. No, he's got. You. This is cheating, yaar. Che macchiato. ഇതിനകത്തെല്ലാം ഫുള്ള് ആപ്പിള് റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. Do it. No. ആ ഓക്കെ. അവർ കൃഷി ചെയ്യുന്നു. ആ കൃഷി ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ടുവന്നിട്ട് അവർ പൈസ വാങ്ങിക്കുന്നു. അങ്ങനെ എങ്ങനെ നോക്കിയാലും അവർക്ക് ലാഭം തന്നെ അല്ലേ? 20 രൂപ വെച്ച് ഒരാൾക്ക് 20 രൂപ. വലിയൊന്നും കാണാനില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ വന്നതാണ്. ആപ്പിളുണ്ട്. കുറച്ച് ആപ്പിൾ ട്രീ ഉള്ളൂ, പക്ഷെ അവർ കൃഷി സ്ഥലമാണ്, അവരങ്ങനെ ആക്കി എടുത്ത് വെച്ചേക്കുന്നത്. അവർക്കൊരു വരുമാനം. കുഴപ്പമില്ല, നമുക്ക് കാണാൻ പറ്റിയല്ലോ. നമുക്ക് കാണാൻ പറ്റി, അവർക്ക് ജീവിക്കാനുള്ള വരുമാനം ഉണ്ടാക്കുന്ന അത്രേ ഉള്ളൂ. അമ്മൻ്റെ സൈഡിലെല്ലാം ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. സോളാർ പവർ ഫെൻസിങ് ആണ്. ഇതെല്ലാം കറണ്ട് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ കറണ്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാം. The way they pronounce it. I thought it's a pond. It's a pond. It's a point. Point. Maybe it's a point on the point. Pond on the pond. You point on the pond. What the? നമ്മളിപ്പോൾ നെക്സ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ഭ്രമണം ഷൂട്ടിംഗ് പോയിന്റിലോട്ടാണ്. അതിനപ്പുറം വ്യൂ പോയിന്റ് എടാ ഇത് ഇതിന്റെ മണ്ടേ കയറാൻ ഇത് കണ്ടോ? ആ ഇവിടെ പോയി വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് ഭ്രമണം ഷൂട്ടിംഗ് പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ഭ്രമണം ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിയാമ്പതിയിൽ നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഭ്രമണം ഷൂട്ടിംഗ് ചെയ്തു, ഇവിടെയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇല്ല, ചിലപ്പം ഇവിടെയും ചെയ്ത് കാണാം. അപ്പോൾ രണ്ടിടത്തും ഭ്രമണം ഷൂട്ടിംഗ് പോയിൻ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ട്രീ ഹൗസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടെ കയറിയിട്ട് നമുക്ക് മുകളിൽ കയറി ഇവിടുത്തെ വ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടുന്ന് നടന്നു പോകാനുള്ളൊരു ഓപ്ഷൻ. നമുക്ക് ഇവിടെ ട്രീ ഹൗസിൽ നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം. ഇവിടെ ലെമൺ ഗ്രാസ് ഓയിൽ കിട്ടുമെന്നാണ് പറയുന്നത്, ലെമൺ ഗ്രാസ്. അപ്പോൾ ഇത് പറിക്കാനൊന്നും പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് നടന്ന് പോകേണ്ടത്. അവിടെ നമുക്ക് ഈ പോയി അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴാണ് നമുക്ക് ഭ്രമണം ഷൂട്ടിംഗ് പോയിൻ്റ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നമുക്കിപ്പോൾ അഥവാ നമ്മൾ ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ക്ഷീണമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വിശ്രമിക്കാനുള്ള സൗകര്യം ഈ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട്.
കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, ആ ഭാഗത്തോട്ട് നടക്കാനുണ്ട്. കുറേ പേര് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രിയും ഡോവറും റസ്ലിയും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് പുറകിലാണ്. അടിപൊളി നല്ല വ്യൂ ആണ്. നമുക്കിതിനകത്തോട്ട് കയറുന്നതിന് 50 രൂപ പാസ്സാണ്. ഒരാൾക്ക് 50 രൂപ. We're just having fun. Yeah, we missed you. അടിപൊളി സ്ഥലം. Just sit down and enjoy. Just see Yes. the And don't, and just memorize it. Don't Yes. അങ്ങനെ നമ്മൾ ഭ്രമണം വ്യൂ പോയിന്റ് കണ്ടു. എനിക്ക് തോന്നുന്നു ഭ്രമണത്തിൽ കുറേ ഭാഗങ്ങൾ മറ്റേ നമ്മുടെ പാറയുടെ മണ്ടയിലൊക്കെ നമ്മുടെ ജീപ്പ് നിർത്തുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സ്ഥലമൊക്കെ ചിലപ്പോൾ ഇവിടെ വെച്ചായിരിക്കാം ഷൂട്ട് ചെയ്തത്. എന്തായാലും അടിപൊളി നല്ല വ്യൂ ആണ് കേട്ടോ, നല്ല വ്യൂ ആണ്. ആ ഒരു സൈഡിലൊക്കെ മലയൊക്കെ ഉണ്ട്. ഇവിടുന്ന് നല്ല കാറ്റാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കയറുന്നതിന് ഒരാൾക്ക് 50 രൂപയാണ് ഫീസ് വാങ്ങുന്നത്. അങ്ങനെ നമുക്ക് 4 പേർ കൂടെ 200 രൂപ. ഓക്കെ, അപ്പോൾ നമ്മളിനി ഈ ഭ്രമണം വ്യൂ പോയിന്റിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാൻ പോവാണ്. ഇത് ലെമൺ ഗ്രാസ് ആണ്. ഇതിൻ്റെ തൈലം, അതായത് ഇതിൻ്റെ ഓയിൽ നമുക്കിവിടെ കിട്ടുമെന്നാണ് പറയുന്നത്. ഇത് സെറ്റ് ചെയ്തിട്ടുള്ള ഓയിൽ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. Go. Go up, go up, go up. Go up, don't stop, it's so shaking. വീഴത്തില്ല കയറി. எழுதி வச்சிருக்கேன். ஆமா காரி மசில் பிடிச்சா
7 people. അതല്ലേ ഞാൻ പറഞ്ഞത്, 7 പേരെ എഴുതി വെച്ചിട്ടുള്ളൂ. 7 പേര് മാത്രമാണ് ഇതിനകത്ത് കയറാനുള്ളത്. നമ്മളിവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, നമുക്ക് ഇതിലോട്ടൊന്ന് കയറാം. ഓൾറെഡി ഡവറും പിന്നെ തസ്ലിയും മുകളിലുണ്ട്. അപ്പോൾ ആൻ്റെ എന്തായാലും കയറുന്നില്ല, അവന് കാലിൽ മസിൽ പിടിച്ചു. ഞാൻ മുകളിലോട്ട് കയറാം. എഴുതി വെച്ചിട്ടുണ്ട് 10 രൂപ ഇത് കയറുന്നതിന്. ടോട്ടൽ 50 രൂപയാണ് നമുക്ക് അവിടെ ചാർജ് ചെയ്യുന്നത്. 7 മാത്രമാണ് കയറാൻ പറ്റുന്നത്. ആട്ടരുത്, നമ്മൾ ഷേക്ക് ചെയ്യാൻ പാടില്ല. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ വീണിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ അവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ടല്ലോ, ആ ട്രീ ഹൗസിൽ നമ്മൾ കയറി. പക്ഷേ കുറേ പയ്യന്മാർ വന്നിട്ട് വെറുതെ ചുമ്മാ അവന്മാർ കയറി ഇതായിട്ട് ഷേക്കാക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഷേക്കാക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും വീഴുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇവിടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡവർ ആൻഡ് തസ്ലീം. ഓക്കെ, ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. നൈസ്. ഓക്കെ, നമ്മളെ വണ്ടി ഇതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി നമുക്കിനി പോകാനുള്ള സ്ഥലം എന്ന് പറയുന്നത് മറയൂർ സാൻഡൽ ഫോറസ്റ്റ് ഉണ്ട്, പിന്നെ ഇരച്ചിൽപ്പാറ വാട്ടർഫോൾസ് ഉണ്ട്, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. പിന്നെ മറയൂരിലുള്ള ഒരു ശർക്കര ഫാക്ടറി ഉണ്ട്, ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതൊക്കെ നേരെ അങ്ങോട്ട് നമ്മൾ ആ ഒരു വ്യൂ പോയിന്റ് കണ്ട് വണ്ടിയിൽ കയറി. അപ്പോൾ ഒരാൾക്കല്ല 50 രൂപ, നമ്മൾ ഇത്രയും പേര് പോകുന്നതിന് 50 രൂപ, ടോട്ടൽ 50 രൂപ ഉള്ളൂ. അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് ഇവിടെ ഇത് കുറച്ച് റീസണബിൾ ആണെന്ന് തോന്നുന്നു. ഈറായിട്ട് വലിയ വിഷയമില്ല. അവിടെ മറ്റേ ആപ്പിൾ ഫാമിലൊക്കെ കയറിയത് ഒരാൾക്ക് 20 രൂപയായിരുന്നു. ഇവിടെ ടോട്ടൽ 50 രൂപ ഉള്ളൂ. എന്തായാലും അത് കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് അടുത്ത വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി പോവാണ്. ഹായ്. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഈ വീഡിയോയുടെ ബാക്കി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഭയങ്കര ലെങ്തായി പോകും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.